ഒരു യാത്രയിൽ കണ്ണിൽ പതിഞ്ഞൊരു ബോർഡാണിത്. കീടെക് കാർ കീസ്. ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഒരു കീ ഡ്യൂപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവർക്ക് ഈ പരിപാടി മാത്രമല്ല, ഈ ചുവരെഴുത്തിൽ കാണുന്ന പരിപാടികളെല്ലാം തന്നെയുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ കട ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പരിപാടിക്ക് പോകുന്നതിന് മുന്നേ നമ്മളൊന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ളത് ഇവർക്കായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സെക്കൻഡ് ഒപ്പീനിയനായിട്ട് ഞാൻ ChatGPTയുടെ അടുത്തും ചോദിച്ചു നോക്കി. അപ്പോൾ അവരും ഒരു നല്ല റിവ്യൂ തന്നെയാണ് ഈ ഷോപ്പിനെ കുറിച്ച് തന്നത്. ഞാൻ ഇവരോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ പുതിയതായിട്ടൊരു സംരംഭം കൂടെ തുടങ്ങിയിട്ടുണ്ട്, വെഹിക്കിൾ ഡീകാർബണൈസിങ്. എനിക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് അല്ലായിരുന്നു ഇത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി. അപ്പോൾ എന്ത് മനസ്സിലായി, ഈ സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് കുറേയധികം ഗുണങ്ങളുണ്ട്, കുറേയധികം ദോഷങ്ങളുണ്ട്. ഇത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഈ ഡീകാർബണൈസിങ് പ്രക്രിയയെ നമ്മുടെ ബ്രീത്തിങ് സിസ്റ്റമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ശ്വാസകോശത്തിൽ നമ്മൾ എന്തെങ്കിലും പുകയോ പൊടിയോ ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന് തന്നെ അത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നാൽ നമ്മുടെ വണ്ടിയുടെ എഞ്ചിനിൽ കാർബൺ നിക്ഷേപങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്നെ ക്ലിയർ ചെയ്യാൻ നമ്മുടെ വണ്ടിക്ക് സാധിക്കുകയില്ല. അപ്പോൾ എന്തിൻ്റെ സഹായം വേണം? ഡീകാർബണൈസിങ് എന്നൊരു പ്രക്രിയയുടെ സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതിന് ഗുണങ്ങൾ മാത്രമല്ല കേട്ടോ, ദോഷവശങ്ങളുമുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം നല്ല വശങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നോക്കാം. നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ്റെ ആയുസ് കൂട്ടുന്നു, വണ്ടിയുടെ മൈലേജ് കൂട്ടുന്നു, വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു പ്രകടനത്തിന് തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു, എൻജിൻ്റെ ശബ്ദവും വൈബ്രേഷനും എല്ലാം കുറയ്ക്കുന്നു, എൻജിനിലെ കാർബൺ നിക്ഷേപങ്ങൾ കുറയ്ക്കുന്നു, വായുമലിനീകരണം ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകതയായിട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും എൻജിൻ പ്രോബ്ലം ഉണ്ട്, ഓയിൽ ലീക്കിംഗ് ഉണ്ട്, റെഗുലറായിട്ട് സർവീസ് ചെയ്യുന്നില്ല, നമ്മൾ റെഗുലറായിട്ട് ഓയിൽ മാറുന്നില്ല, ഇങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ നമ്മൾ ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മളെ ഒരു വലിയ പണി കാത്തിരിക്കുന്നു എന്നാണ് ചുരുക്കം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുമായിട്ട് നമ്മുടെ വണ്ടി ഒന്ന് കാണിച്ച് ഈ പരിപാടി ചെയ്യാൻ നമ്മുടെ വണ്ടി യോഗ്യമാണ് എന്നുള്ള കാര്യം ആദ്യം കൺഫേം ആക്കിയെടുക്കുക. അതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. എന്തിന്, നമുക്ക് ഇവരെ തന്നെ കോൺടാക്ട് ചെയ്യാം, ഇവർക്ക് അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഡീസൽ വണ്ടിക്കാണ് ഈ ഡീകാർബണൈസിങ് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. നമ്മുടെ വണ്ടി പുതിയതാണെങ്കിൽ പോലും ഒരു 50,000 കിലോമീറ്ററെങ്കിലും ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പരിപാടി ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി പഴയതാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 30,000 കിലോമീറ്ററുകളുടെ ഇടവേളകളിൽ ഇത് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ ഭാവി സുരക്ഷിതമാക്കിയെടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരു അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് വീണ്ടും നല്ല പണികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും സാധനങ്ങൾ മേടിക്കും, ആമസോണിൽ നിന്നും സാധനങ്ങൾ മേടിക്കും. ഏതിനായിരിക്കും ക്വാളിറ്റി ഉണ്ടാവുക? എനിക്ക് ഇവിടുന്ന് കിട്ടിയതൊരു നല്ല സർവീസായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കട നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യുന്നത്.